ഒറ്റ യൂസിൽ തന്നെ നല്ല കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അതും ഉലുവ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു സ്പൂൺ ആഡ് ചെയ്തു. ഒരുപാടൊന്നും എടുക്കണ്ട. ഉലുവ ചില ആൾക്കാരുടെ സ്കിന്നിൽ ചെറിയൊരു കുത്തലുണ്ടാവും. അത് പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് അളവ് കുറച്ചാൽ മാത്രം മതി. പിന്നെ കോഫി പൗഡറാണ്. വളരെ കുറച്ച് മാത്രം കോഫി പൗഡർ ആഡ് ചെയ്താൽ മതി. കോഫി പൗഡർ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ അടുത്തത് ഹണിയാണ്. എനിക്കിവിടെ ലിച്ചിയുടെ ഹണിയാണുള്ളത്. അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കട്ടയായിപ്പോയി. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അതിന് ശേഷം അല്പം മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നല്ല കട്ട തൈരാണ്. കട്ട തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. തൈര് സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നല്ല പഴുത്ത തക്കാളിയാണ്. പഴുത്ത തക്കാളിയുടെ ഹാഫ് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള നീര് മാത്രം പിഴിഞ്ഞെടുക്കുക. നീര് മാത്രം പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. ഹണി ഒരുപാടൊന്നും വേണ്ട. ഒരു സ്പൂണിൻ്റെ പകുതി മാത്രം മതി. അളവുകളെല്ലാം ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കണം. കാരണം കൂടുതലായിട്ട് ഒന്നും എടുക്കരുത്. പ്രത്യേകിച്ച് ഉലുവ ഒരു സ്പൂണല്ല, ഇനി അര സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ കടലമാവാണ് അടുത്തെടുത്തിട്ടുള്ളത്. അതും ഒരു സ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കുറച്ചും കൂടെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തൈര് ഉപയോഗിക്കാം. ഞാൻ കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്നും കൂടെ നന്നായിട്ട് ലൂസാക്കിയതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉലുവ ചേർത്തത് കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ചെറിയ ചൊറിച്ചലോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലാത്തവർക്ക് ചെറിയ രീതിയിലുള്ളൊരു കുത്തലുണ്ട്. അതെനിക്ക് വലിയ പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ കയ്യിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫേസിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ ആഡ് ചെയ്തു. ചെറിയൊരു കുത്തലുണ്ടായിരുന്നു. അത് വലിയ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുള്ള അത്രയും നല്ല റിസൾട്ടാണ്. നല്ലൊരു ബ്രൈറ്റനിങ്, നമ്മളൊരു ക്രീമോ അല്ലെങ്കിൽ നമ്മളൊരു പാർലറിൽ പോയിട്ടൊക്കെ ഫേഷ്യൽ ചെയ്തതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ എൻ്റെ കൈയുടെ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം പിന്നെ പറയേ വേണ്ട. അപ്പോൾ നമ്മൾ ഉലുവ എപ്പോഴും കുറച്ചധികം എടുത്ത് ഇങ്ങനെ പൊടിച്ച് വെക്കുക. ഒരു ബോട്ടിൽ, നനവില്ലാത്ത ബോട്ടിൽ വേണം കേട്ടോ സൂക്ഷിക്കാൻ. അപ്പോൾ നമുക്ക് ഉലുവയുടെ പാക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിലെ ചുളിവ്, കറുത്ത പാടുകൾ, മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ എല്ലാം, പിന്നെ വെയിൽ കൊണ്ടിട്ടൊക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ മാറി നല്ല അടിപൊളി ബ്രൈറ്റനിങ് സ്കിന്നായി മാറും. സ്കിൻ എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു പാക്കെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. അപ്പം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ചിലവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ചെയ്ത് റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വീഡിയോ എടുക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.